ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ സുഹൃത്തുക്കളെ, വീണ്ടും റോബ്ലോക്സ്. അപ്പൊ സുഹൃത്തുക്കളെ, ഇന്ന് നമ്മളുണ്ടല്ലോ ജയിൽ എസ്കേപ്പ് ആണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. പാരീസ് പ്രസൻ റണ്ണാണ് നമ്മൾ ഇന്ന് കളിക്കാൻ പോകുന്നത്. അതിന് ജയിൽ എസ്കേപ്പ് എന്നും പറയാം, ബാരി പ്രസൻ റൺ എന്നും പറയാം, എല്ലാം പറയാം. ഓബിനും കൂടി ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ന്യൂ മാസ്റ്റർ ഞാനിട്ട ബേബി ബോബിയില് അതിന് സ്നൂപ്പ് മാസ്റ്റർ കമന്റ് അയച്ചിട്ടുണ്ട്. അപ്പൊ ഹാർട്ട് അയച്ചിട്ടുണ്ട്. സ്നൂപ്പ് മാസ്റ്ററിന് ബിഗ് താങ്ക്സ്. ബേബി ബോബി കുറെ പേര് കണ്ടിട്ടുണ്ട്. കണ്ടവർക്ക് താങ്ക്സ്. എല്ലാവരും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. പിന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നേരെ വീഡിയോ. ഓൾവേസ് നമ്മുടെ ഗെയിം ഇവിടെ സ്റ്റാർട്ടായി. ഓക്കെ, തുടക്കം തന്നെ ലോഡിങ്സ് ഒക്കെ സ്ക്രീൻ കാണുന്നുണ്ട്. ഓക്കെ, ഫൈനലി ആ സാധനം ക്ലോസ് ചെയ്യാം. ഓക്കെ, ന്യൂ കൊടുക്കാം. ഈസിയുടെ ഗെയിംസ് ഹാർഡ്. ഓ, ഈ മൂഡ് എടുത്താൽ പിന്നെ നമുക്ക് മൂന്നാക്കാനൊക്കെ പറ്റും. ഓക്കെ, ഓ നമ്മുടെ പോലീസ് മാമിനെങ്കിൽ അതേ പോണു. ഓക്കെ, നമുക്ക് കേറാം. ഓ എടാ, ഇവിടെ ഉണ്ടോ നമുക്ക് കേറാൻ പറ്റുന്നത്? പറഞ്ഞാണ് നടക്കാം. അവിടെ വെച്ച് വടി ഉണ്ടാകാൻ പ്രശ്നം. പ്രശ്നം കാണുന്നല്ല. ഓ ഇവിടെ പവർ. ഓ പവറില്ല. എന്താ എന്റെ വായിലോട്ടൊക്കെ മാറി പോകുന്നുണ്ട്. പവറിങ്ങാണത്. ശരി ചേടാ, ആ കോയിനൊക്കെ ഏതോ വെച്ചിട്ട് എടുക്കാട്ടോ. ഓക്കെ, ഇവിടെ മനസ്സിലായില്ല. ഇവിടെ ചെയ്യുമ്പോ കുറെ നാളായി ഞാൻ ഇത് കളിച്ചിട്ട്. എന്തായാലും നിങ്ങൾക്ക് കേറാം. ഓ, ഇനി നമ്മളിത് പൊട്ടിക്കുന്നതായിരിക്കും. പൊട്ടിക്കണം. യെസ്, പൊട്ടിച്ചു. കഴിഞ്ഞ ആളെ മിച്ചടിച്ചായിരുന്നു. ഓ ഗൈസ്, നമ്മുടെ പോലീസ് മാമി അടിക്കണം. ഓ, പോലീസ് മാമി നമ്മൾ പിടിക്കാൻ വെച്ച് നമ്മത്തെ മൂലക്കന്നെ വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ചാവാൻ വിട്ടു ഗൈസ്. ചാവല്ലേ, നമ്മള് കൊഞ്ചിക്കാണുന്നത്. മണി വാടാ, പോലിപ്പോടും ജയിച്ചേ. ഇനി ബോസ് ഫൈറ്റാടാ. നിന്നെ തോപ്പിച്ചിട്ടൊക്കെ ഞാൻ പോകുന്നു. കുണ്ടി. പിന്നെ അവന്റെ മോന്ത കണ്ടാണ്. കണ്ടാ ഇങ്ങനെയാക്കാൻ പറ്റും. ഇങ്ങനെയാക്കാൻ പറ്റും. കണ്ടാ, ഓരോന്ന് തവണ ഞാൻ വെറുതെ ആക്കണം. അതായിരുന്നു നമ്മുടെ ജയില്. കണ്ട, അവിടെ ആകൊക്കെ കാണിച്ചിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ ജയില്. ജമ്പി. നമ്മുടെ പോലീസ് വേറെ നടക്കുന്നു. എടെ കൊച്ചു പിടിക്കാടാ. പോലിപ്പിലാന്തിനെ പോലെ അവർക്ക് നടക്കും. എന്നിട്ട് ഡയലോഗ് അടിക്കണ്ടോ? അവിടെ കിടാന്ന് ഡയലോഗ് അടിക്കുന്നത്. അവിടെ ഷാബിലൊക്കെ അടിക്കുന്നുണ്ട്. ഓ, ഞങ്ങൾക്ക് പോണ്ട്. എടാ, വെളിച്ചം പോയി. അവിടെ വെളിച്ചം നിങ്ങൾക്ക് പോയോ? ഓക്കെ, ഓ നമുക്ക് എസ്കേപ്പ് ചെയ്യുന്നില്ല. അവിടെ ചൂടും കൊണ്ട് മൂലക്ക് കഴിച്ചിരിക്കുന്ന. ചാടറ. ഓക്കെ, ഇവിടെ നമുക്ക് രണ്ട് സ്പീഡിൽ കാണും. സ്പീഡിൽ ചാടി. പോയി. ഓ, ഇവിടെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാട്ടെ. സിമ്പിളായി കിടന്നു. ഞാൻ പേടിച്ചു ഗൈസ്. എടാ, ഇത് കോയിന് വിളിച്ചാണോ? വേറെ വിളിച്ചു പോട്ടെ. ഞാൻ വിചാരിച്ചു കോയിന് വിളിച്ചാണോ. അങ്ങോട്ടാ പോണ്ട്. കിട്ടിയില്ല. കാലമണ്ടക്കൊക്കെ തന്നെ ബോള് കയറിയാണ്. ബോള് വരാണെങ്കിൽ പിന്നെ കാലൊക്കെ തന്നെ ബോള് കയറി റീസ്പോൺ ആവാതെ വിളിച്ചു അടിക്കണം. ഒത്തനാണ് നിൽക്കുന്നത്. ഓ, അവിടെ എല്ലും കുട്ടിയും കിടക്കുന്നതിന്റെ. ഓ, ഇനി നീളമുള്ള സാധനമാണ് ഇതിന്റെ അടുത്ത്. അത് നമുക്ക് സിമ്പിൾ ആയിപ്പെടാം. ഞാൻ ഒരു ആഴ്ച ഇത് കളിച്ചു നോക്കിയപ്പോ
അത് ഞാൻ അവിടെ വെച്ച് എനിക്ക് കിട്ടിയില്ലായിരുന്നു, അതാണ്. അതാ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിരുന്നു എന്നായിരുന്നു. ഓക്കെ അക്ക ഞാൻ അവിടെ കറങ്ങി അതിന് വെട്ടിക്കാണ് ഗേസ്. ഓ താഴെ ലാവയുണ്ട്. ഓ അവിടെ ആരോ കെട്ടിക്കിടക്കണ്ടേ, കെട്ടിപ്പിച്ചിന്റെ തോന്നുന്നു. എനിക്ക് അറിയാൻ പോവാ. കേള കേള കേള. ആഹാ ലൈറ്റും കത്തിച്ച് വെട്ടിക്കാൻ നോക്കില്ല സാധനമേ. വെട്ടിക്കാൻ നോക്കില്ലടാ, ഞാൻ ചാടി പോടാ. ക്രഞ്ച് ഞാൻ എന്റെ ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ്. നിങ്ങൾക്ക് എനിക്കൊക്കെ ഇത് അറിയാനൊക്കെ ആയിട്ടൊരു ബ്യൂട്ടിഫുൾ ഞാൻ നിങ്ങൾക്കത് കാണിച്ചു തരാൻ വിചാരിച്ചു. എടുക്കണ്ടാ ചേർക്കാ എടുക്കാൻ സമ്മതിക്കുന്നത്. ചമ്പി ആദ്യത്തെ കാണണ്ട. ചമ്പി 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 ഒരു ഏതില് വായിലോട്ട് പോയി ചമ്പി മനസ്സിനായിട്ട് പോർപ്പിക്കാം. അവിടെ വെച്ച് ഞാൻ വെറുതെ കിട്ടുക, അതുകൊണ്ടാ ബൈക്കോ എന്നാ വിളിച്ചു പിടിച്ചാൽ ഞാൻ ഡബിൾ കൊണ്ടിരുന്നേ. അപ്പൊ ഇത് വിളിച്ചടിച്ചോളൂ വിചാരിച്ചു. ഇപ്പൊ ശരി. ഓക്കെ കിട്ടാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. കിട്ടിയിട്ടേ ഞാൻ പോവുള്ളൂ. കിട്ടിയില്ലെങ്കിൽ എങ്ങനെ രക്ഷപ്പെടാ? നമ്മളിപ്പോ നമ്മുടെ വായന എന്തൊക്കെ പറ്റുന്നുണ്ട്, അതെനിക്ക് വളരെ ഇഷ്ടമാണ്. എനിക്കത് പിടിക്കില്ല ഗൈസ്, പിടിക്കില്ല. പിടിക്കാത്ത ഒരു ഏരിയയിലോട്ട് ഞാൻ ഇങ്ങനെ കയറാം. എനിക്ക് അയമ്പക്കം വിട്ട ഒറ്റപ്പിടിക്കില്ല ഗൈസ്, പറയാനുള്ളത് അതേ ഉള്ളൂ. ഓ മുള്ള വെച്ചുണ്ട്. ഓ മുള്ള വെച്ചുണ്ട്. സൈഡിലോട്ട് മുട്ടി പോകാൻ പറ്റില്ല, അവിടെ കുറച്ച് ഗ്യാപ്പ് ഉണ്ട്, അതാണ് പ്രശ്നം. കുറച്ച് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ സൈഡിലോട്ട് മുട്ടിയും പോകും. പക്ഷെ അത് അത്രയ്ക്ക് ഗ്യാപ്പില്ല, കുറച്ച് ചെറിയ വലിയ ഗ്യാപ്പാണ്. ഓക്കെ നമുക്ക് ഇനി ഇങ്ങോട്ട് പോവാം. നാട്ടുകാരെല്ലാവരും വിചാരിക്കും ഉമ്മാർക്കൊന്നും ഉറപ്പില്ല പറഞ്ഞ വീട് കൊടുത്തോണ്ടിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്ന് വീണ് ചാവാം. അപ്പൊ അവിടെ നിന്ന് എത്തും. യെസ്, എന്റെ ബുദ്ധിപൂർവ്വം കണ്ട ഗേസ്, ബുദ്ധിപൂർവ്വം കണ്ടിട്ട് ആർക്കും ഇതുപോലത്തെ ബുദ്ധിപൂർവ്വം ആർക്കും കാണില്ല. അങ്ങോട്ടല്ല ടിക്ക് മാർക്ക് കാണിച്ചത് എന്താ അറിയാം, നമ്മൾ ഓൾറെഡി അത് ആക്ടിവിറ്റി ചെയ്യുകയാണ്. ഇനി ആക്ടിവിറ്റി ചെയ്യണ്ടാന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നതാണ്. ഓക്കെ ഗേസ്, നമുക്ക് രക്ഷപ്പെട്ടു. നമ്മളത് കേറിപ്പോയ വഴിയാണ്, അവിടെ ഒരു വഴി പോലും ഉണ്ടായിരുന്നില്ല. നമ്മളത് കേറിപ്പോയ വഴിയാണ്, താഴെ വീണ്ടും ഇട്ടു. കയറാം. ഇങ്ങനെ ചാവതിൽ നമ്മളെ. ഓക്കെ ഞാനിപ്പോ ഇവിടെ നിന്ന് കുറച്ച് നന്നായി ചാടി കാണിച്ചെണ്ണ. ഇവിടെ നിന്ന് ഞാൻ കുറച്ച് നന്നായി ചാടും. കണ്ട ഞാൻ നന്നായി ചാടുന്നു പറഞ്ഞു, നന്നായി ചാടും. അന്റെ കാര്യം കിട്ടുന്നു. ഓക്കെ ഗൈസ്, ഇവിടെ നിന്ന് നമുക്ക് ചാടാം. അവിടെ ആക്ടിവിറ്റി അത് ഓൾറെഡി ആക്ടിവിറ്റി ചെയ്തു. ഓക്കെ ഇവിടെ നിന്ന് നമ്മൾ വന്നേ. അത് കൂടെ കേറി പോകണം. എന്തോ വായിക്കാനുള്ള ഓപ്ഷൻ ഞാൻ വെറുതെ വായിക്കേണ്ടി.
ഞാൻ വെറുതെ അവിടെ ഇപ്പൊ അവർക്ക് ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഓക്കെ നമുക്ക് പോവാം. ജമ്പ് ചെയ്യടാ, ഒന്ന് ജമ്പ് ചെയ്ത് താഴാണ്. ഓ ഇനി താഴണ്ട, ഇനി ഫസ്റ്റോട്ടാണ് കയറി വന്ന. ഇവിടെ വെച്ച് ഞാൻ ഹാർഡ് പെടുന്ന എനിക്ക് തോന്നുന്നത്. ആർക്കറിയാം, എവിടെ വെച്ച് ഞാൻ 2 പ്രാവശ്യം ഞാൻ കളിക്കുകയാണ്. ചിലപ്പോ ഞാൻ 2 പ്രാവശ്യം കളിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഒരു പ്രാവശ്യം കളിച്ചു, ഇത് 2ാമത്തെ ടൈം കിട്ടുന്ന എനിക്ക് തോന്നുന്നത്. എനിക്ക് അറിയാൻ പാടില്ല, ഞാൻ എന്നെ കളിച്ചു. അതൊന്നും ഞാൻ പോയിച്ചു. ഓക്കെ ചാടാ ചാടാ ചാടാ. കടന്ന് 2 വയനായിട്ടുണ്ട്. ഓക്കെ ഓ മേലെ ഉജ്ജൽ 7. ഉജ്ജൽ 18 എത്തി. യെസ് കറക്റ്റ് ആയിട്ട് ഞാൻ വിളിക്കുന്നു. എനിക്കിത് മനസ്സിലാക്കിയ എനിക്ക് ഒട്ടും മനസ്സിലാവുന്നില്ല. ഇതില് 2 ബോസ് ഉണ്ടോ? എനിക്ക് അറിയാൻ പാടില്ല. കണ്ടാലല്ലേ അറിയുള്ളൂ വേറെ ബോസ് ഉണ്ടോന്ന്. വെടിവെക്കണം, തിരിക്കണം, വെടിവെക്കണം. എനിക്ക് മരുന്ന് കിട്ടാതെ നോക്കാം. നമ്മളെ പന്നിക്കിടും, പന്നിക്കിട്ടും നമ്മളെ നമ്മളെ പന്നിക്കിടാൻ നോക്ക്. എല്ലാവരും കൗണ്ട് ഡൗൺ ചെയ്ത് 1 2 3 4. അടിക്കള അടിക്കള അടിക്കള. എനിക്കൊരു കാര്യമൊക്കെ എനിക്ക് പറയാനുണ്ട് ഗൈസ്. ഇവിടെ ഇവനെ വെച്ച് നിങ്ങൾക്ക് സ്റ്റക്കാക്കാനൊന്നും പറ്റില്ല. അടിപൊളി ചാവെന്ന് തന്നെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. നമ്മുടെ സാർ മുക്കിങ്, വേറെ കുക്കിംഗ് സാർ പോലെ ഡയലോഗ് വരുന്നത്. ഇതാണ് എന്റെ ബുദ്ധിപൂർവം. കണ്ട 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 തക്കാളി നമ്മളെ മോന്റെ കിട്ടണം പറയും. അതന്നെ ഭ്രാന്ത് കിട്ടി. ചാടാ കുഞ്ഞുമണ്ടമ്മേ. ഞാൻ വെറുതെ ആഘോഷിച്ചു. കഴിഞ്ഞിട്ടൊന്നുമില്ല, ഞങ്ങളൊക്കെ ആഘോഷിച്ചു. കുക്കിംഗ് ചെറുതായിക്കൊണ്ട് പിന്നെ വലിയ ബോസായിട്ട് നിങ്ങളുടെ ഇത് ഉണ്ടാക്കിയാണ്. ഈ കളി ലോഡ് ഗെയിം വരണം. ലോഡ് ഗെയിം വന്നാല് സെറ്റ് ആവുള്ളൂ. വലിയ ഗെയിമാണ് അത് പറഞ്ഞത്. ഓക്കെ ഞാൻ ഈ കീബോർഡ് വെച്ചിട്ട് കളിക്കണേ. അപ്പൊ മൂക്കൂടെയാണ് തള്ളിയമ്പോലെ. എങ്ങോട്ടാ ഞാൻ എത്തപ്പെട്ടെ? ഞാൻ ഏതോ ഒരു വായിലോട്ട് വന്നെത്തി. കുറച്ച് തല വന്നു, അത് ക്ലോസ് ചെയ്തോട്ടെ. അപ്പൊ എനിക്ക് ശല്യാവും. ഞാൻ കീബോർഡ് വെച്ച് കളിക്കട്ടെ. ഞാൻ വളരെ കീബോർഡ് വെച്ച് കളിച്ചു. എക്സിറ്റ് നമ്മൾ എക്സിറ്റ് അടിക്കുകയാണ്. സൂക്ഷിക്കണ, ഇത് കുട്ടികൾക്ക് പറയാൻ പറ്റില്ല. പറയാൻ പറ്റില്ല, എങ്ങാനും തോറ്റത്തിന് ദേഷ്യപ്പെടും. ഇത് കളിക്കാൻ കൊടുക്കരുത്. ഞാൻ ജസ്റ്റ് ഷോപ്പ് നമ്മുടെ കളിക്കുന്നുണ്ടായിരുന്നു. ലേസസ് എന്ന് പറഞ്ഞാൽ വളരെ ഹാർട്ടല്ലേ. ഹാർഡ് മൂടി ഇട്ട് 2 ബോസായിട്ടുള്ളത് ഉപയോഗിച്ചിരുന്നു. പിടികിട്ടുള്ള നമ്മുടെ മറ്റേരിയല്ലേ, നമ്മുടെ ഏതായിരുന്നു താഴെ പോയി. എന്തോ ഞാൻ വല്ല മണ്ടേ. കുഴപ്പമില്ല, ഇതൊന്നും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ താഴെ കളഞ്ഞതല്ല, സ്വയം താഴെ കളഞ്ഞതല്ല, തലയിൽ പോയതാണ്. ഈ ബട്ടൺ എനിക്ക് തട്ടട വന്നു.
വന്നടാ മോനെ, വന്നു എനിക്കൊരു ബുദ്ധിപൂർവ്വം തലയിലോട്ടൊന്ന് കേറ്റി വെച്ചതാ ഗൈസ്. ഇതൊന്ന് കളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ബുദ്ധിപൂർവ്വം തലയ്ക്ക് കേറ്റി വെച്ചത്. തലയ്ക്ക് ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ എന്തിനാവും കളിക്കണേ. ജസ്റ്റ് മിസ്. അവന്റെ ബോസ് സീനാണ്. ഇപ്പളേ നിനക്ക് തോക്ക് എടുക്കണോ വേണ്ടേ? വേണോ? ഇപ്പളേ നിനക്ക് തോക്കെടുത്ത പണിയാണ് ഗൈസ്. ഇനി നമുക്ക് ഈ ബോസ് എന്റെ കയ്യിലോട്ടാ പിടിക്കണ. വിടക്കണ ചാവടാ. ചാവടാ ഇതടിച്ച് കാണാം. എന്റെ കയ്യിലോട്ടാ പിടിക്കണ്ടേ? കാരണം എനിക്ക് കൈയുടെ ലൈഫ് ചെയ്യണമെങ്കിൽ അത് അവിടെ വെച്ച് സ്റ്റക്കാവും. അപ്പൊ നമ്മുടെ താഴത്തെ കാണുന്ന വലിയ ലൈഫ് ഇല്ലേ, ആ ലൈഫ് മാത്രം കുറഞ്ഞാൽ മതി. ഓക്കെ, കണ്ടില്ലേ? നമ്മുടെ വീട് തീർന്നു ഗൈസ്. ഞാൻ ഗൈസ് കുഴപ്പമില്ല. തൂനക്കടാ നോക്കി. നമുക്കിനി പടക്കം പൊട്ടിക്കേണ്ട ആവശ്യമില്ല ഗൈസ്. ബോസ് ഫൈറ്റ് ആണിത്. പടക്കം പൊടിയാ പിന്നെ കളി. നമ്മുടെ കയ്യില് വീഡിയോ വെക്കുമ്പോ തന്നെ അത് ലൈഫ് കുറയും. നമ്മുടെ ബോസ് ഫൈറ്റ് സ്ലോലി പോണ കൈയുടെ ആനിമേഷൻ കണ്ടില്ലോ. അരിപ്പോടും ഞാൻ കിട്ടാതെ എന്നാ മതി. അതാണ് നമ്മുടെ മെയിന്. എടാ റോഡ് കിടക്കുന്നുണ്ട് അവിടെ. അതാണ് നമ്മുടെ ഗ്യാരേജ്. ഗ്യാരേജാണിത്. ഒരു കൈ തീർത്തു അവന്റെ. പിന്നെ രണ്ടാമത്തെ കൈയുടെ പലപ്പോഴും ജയം കൊടുത്ത് അവന്റെ ഗേറ്റ് തീർക്കണം. ആകെ 2 ഇല്ലല്ലോ. 2 എന്താണ്? 2 വെച്ച് ഹാർഡ് ആക്കുന്നു വിചാരിക്കണം. ഗെയിം ഉണ്ടാക്കുന്ന നീ ഇവിടെ വെച്ച് എനിക്ക് കിട്ടും. ഇവിടെ വെച്ച് എനിക്ക് കിട്ടും. കിട്ടുന്ന എനിക്ക് തോന്നുന്നു. ചാവറ കുഞ്ഞമ്മടമ്മേ ചത്തു ഓൾറെഡി ഫുള്ളും ചത്തു. ഞാൻ വിചാരിച്ചു അതിന്റെ ലൈഫ് ഞാൻ കയ്യിൽ നോക്കി വെക്കുമ്പോ താഴത്തെ ലൈഫ് പെട്ടെന്ന് അതാണ്. ഓക്കെ, നമുക്ക് തോക്കൊക്കെ ഒന്ന് മാറ്റി വെക്കാം. അല്ലെങ്കിൽ വണ്ടി വയ്ക്കാൻ കൺഫ്യൂഷൻ. അവിടത്തെ പടക്കം പൊട്ടിക്കാനാവുമ്പോ നമുക്ക് എങ്ങനെയെങ്കിലും പടക്കം പൊട്ടിക്കല്ലോ. ഞാൻ ഇവിടെ ബട്ടൺ ഉണ്ട്. നമ്മുടെ കാറിന്റെ ഇവിടെ ഒരു ചെറിയ ക്രിസ്മസ് ട്രീ വെച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഡ്രൈവറായി ഗൈസ്. എത്ര പോലും ഞാൻ പറഞ്ഞ ഡ്രൈവറാ. എനിക്ക് നന്നായി തിരിവൊക്കെ അറിയാം. ഞാൻ തിരിക്കുമ്പോ സ്റ്റിയറിംഗ് വീലും തിരിയുണ്ട്. എനിക്ക് ഓൾറെഡി ഇതൊക്കെ എനിക്ക് മനസ്സിലാവുന്നത് എനിക്ക് പറയണം. മനസ്സിലാവുന്നത് ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് സൈഡിലോട്ട് മന്ദബുദ്ധി കളിക്കാതെ നമുക്ക് വെക്കാം. മന്ദബുദ്ധി കളിച്ച പിന്നെ എന്താ പ്ലാൻ ചെയ്യും? പിന്നെ നമുക്ക് ബുദ്ധിപൂർവ്വം കളിച്ച് വെക്കണം. കളിച്ച് വെച്ചിപ്പോ ഗൈസ് നമ്മള് ജയിക്കാറായി. എന്നാൽ നമ്മൾ ഇവിടെ മേലെ എത്തിയല്ലോ. ബോസ് ഫൈറ്റും തീർത്തു. ഒറ്റയടിക്ക് തീർത്തിട്ട് എനിക്ക് നമ്മൾ ജമ്പ് ചെയ്ത് പോകണം സാർ. ഇവിടെ ഒരു ലാഡർ ഇങ്ങോട്ട് കയറിയ ഇഷ്ടം പോലെ പോയിന്റടാ. അതൊക്കെ എടുക്കാൻ സമയമില്ല. രക്ഷപ്പെടേണ്ട ഗൈസ്. നമ്മുടെ ബോസ് ഫൈറ്റിന് തോൽപ്പിച്ചു. ഞാൻ ഡബ്ല്യു മുത്തിട്ട് പോവാത്തെ. ഫുള്ള് മേലെ പോണം. ഇതിന്റെ സ്ക്രീൻ എന്നാ വീണ്ടും ജയിലൊക്കെ. ജയിലല്ലേട്ടാ.
ഡമ്മിനൊക്കെ വെച്ചിട്ടുണ്ട്. ഓ മേലൊരു എക്സിറ്റ്, മേലെ എക്സിറ്റ് ആണോ? അത് എക്സിറ്റ് ആണോ അല്ലയോ ആർക്കറിയാം. ഇതാണ് നിങ്ങളെല്ലാവരും കൗണ്ട് ഡൗൺ ചെയ്ത് 1 2 3. അങ്ങനെ നമ്മുടെ എങ്ങനെയൊക്കെയോ നമ്മള് കംപ്ലീറ്റ് ആക്കി. അടിപൊളി ഗൈസ്. ഇത് എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തതെന്ന് എനിക്കൊന്നും പിടികിട്ടില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ബാലൻസ് ഫംഗ്ഷൻ നമ്മൾ എസ്കേപ്പ് ആയിരിക്കുന്നു. അപ്പൊ എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്തപ്പോഴാണ് ഇതിന് മോട്ടിവേഷൻ വന്നത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, പിന്നെ ഫ്രണ്ട്സിനായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക.